അടിയന്തരാവസ്ഥ വന്നു. എന്താ അടിയന്തരാവസ്ഥ? നമ്മുടെ സഞ്ജയ് ഗാന്ധി ഉത്തരേന്ത്യയിലെ നഗരങ്ങളിലെല്ലാം പോയി മുസ്ലിം ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ടുവന്ന് വരിയുടച്ചു, സ്റ്റെറിലൈസേഷൻ നടത്തി. ലക്ഷക്കണക്കായ മുസ്ലിം ചെറുപ്പക്കാരെ, അവരുടെ റീപ്രൊഡക്ടിവിറ്റി, അവരുടെ പ്രജനനശേഷി നശിപ്പിച്ചു. ഉത്തരേന്ത്യൻ നഗരങ്ങളിലെ മുസ്ലിം ഗല്ലികൾ മുഴുവൻ ബുൾഡോസറുകൾ കൊണ്ട് അടിച്ചു നിരത്തി റിയൽ എസ്റ്റേറ്റ് ലോബികൾക്ക് കൈമാറി. ആ കാലത്ത് അടിയന്തരാവസ്ഥയെയും ഇന്ദിരാഗാന്ധിയുടെയും സഞ്ജയ് ഗാന്ധിയുടെയും നെറികെട്ട നിലപാടുകളെയും പിന്തുണച്ച ഇന്ത്യയിലെ ഒരേ ഒരു പ്രസ്ഥാനം അത് മുസ്ലിം ലീഗായിരുന്നു. അതുകൊണ്ടാണ് വാതരോഗം മാറിക്കിട്ടിയത്, മനസ്സിലാക്കണം. പിന്നെ ബാബറി മസ്ജിദ് പൊളിക്കാൻ വന്നു RSSകാര്. നരസിംഹറാവു, കോൺഗ്രസുകാരനായ നരസിംഹറാവു എല്ലാ സഹായം ചെയ്തു കൊടുത്തു. സേട്ട് സാഹിബ് വരെ പറഞ്ഞു ഇതിനെതിർക്കണം. ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റാ, മൂപ്പര് പറഞ്ഞു എതിർക്കണം. എന്തു സംഭവിച്ചു? മൂപ്പർക്കും വന്നു വാതരോഗം.